കേരള ഹൗസിലാണോ നോബിൾ നിൽക്കുന്നത്? കേരള ഹൗസിൽ ഇന്നിപ്പോ ജെൻസി പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ടോ? അവരെ ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇന്നലെ രാത്രിയിൽ നമ്മൾ അവരുടെയൊക്കെ പ്രതികരണം തേടിയിരുന്നു. അവരുടെയൊക്കെ ആവേശം നിറഞ്ഞ മുദ്രാവാക്യങ്ങൾ വി ഡി സതീശന് വേണ്ടി കേട്ടു. കൗതുകകരമായ കാര്യം, ഇന്നലെ സണ്ണി ജോസഫിന്റെ മുമ്പിൽ പോയി MSF പ്രവർത്തകരൊക്കെ വി ഡി സതീശന് വേണ്ടി ഇങ്ങനെ മുദ്രാവാക്യം മുഴക്കുന്നതാണ്. സന്തോഷം എന്ന് പ്രതികരിച്ചാണ് KPCC പ്രസിഡന്റ് ഉള്ളിലേക്ക് പോയത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്നലെ കേരള ഹൗസിൽ തങ്ങാനും കഴിഞ്ഞില്ല അല്ലേ? തീർച്ചയായും ഇന്നലെ ജൻസി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ സ്വീകരണമാണ് വി ഡി സതീശന് ഉണ്ടായത്. മുദ്രാവാക്യം വിളിയും പടക്കം പൊട്ടിയിലുമൊക്കെ വലിയ തരത്തിൽ അത് ആഘോഷമാക്കുന്ന ഒരു കാഴ്ച എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞു. അതിനിടയിൽ സണ്ണി ജോസഫിനെതിരെ MSF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഭീഷണിയൊക്കെ വലിയ തരത്തിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രി ചർച്ചകളിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാവിലെയും കുറച്ച് ജൻസി പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ അല്പസമയം മുമ്പ് മറ്റെവിടേക്കും മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ജൻസി പ്രവർത്തകരൊക്കെ കേരള ഹൗസിന് മുന്നിലേക്ക് ഇന്ന് രാവിലെ മുതൽ എത്തിയതാണ്. നിലവിൽ സാഹചര്യത്തിൽ ഈ ജൻസികൾ പ്രത്യേകിച്ച് NSUI അതോടൊപ്പം തന്നെ MSF അതോടൊപ്പം മറ്റ് DUവിലെ മറ്റ് വിദ്യാർത്ഥികളൊക്കെയാണ് ഇത്തരത്തിൽ ജൻസികൾ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. സ്വാഭാവികമായി അവരുടെയൊക്കെ ഒരു സ്വാധീനം അത് വലിയ തരത്തിൽ ഹൈക്കമാൻഡ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ KPC അധ്യക്ഷയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ അതീവ ഗൗരവമുള്ള വിഷയമായി തന്നെയായിരിക്കും ഹൈക്കമാൻഡ് അതിനെ കാണുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കൃത്യമായി തന്നെ ഈ പറഞ്ഞ വി ഡി സതീശന് ദോഷമായി മാറാനുള്ള സാധ്യതയാണ് എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ കാണുകയും ചെയ്യുന്നത്. ജൻസികൾ സ്വീകരണം ഒരുക്കിയതൊക്കെ, പക്ഷേ അതിനപ്പുറം ഈ പറഞ്ഞ വെല്ലുവിളികളൊക്കെ അത് തീർച്ചയായും ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് സണ്ണി ജോസഫ് കേരള ഹൗസിലേക്ക് എത്തിയത്, ദില്ലിയിലേക്ക് എത്തിയത്. സ്വാഭാവികമായി അദ്ദേഹത്തെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്ന തുല്യമായി തന്നെ ഹൈക്കമാൻഡ് വിലയിരുത്തും. ദീപാദാസ് മുൻഷി ഇന്നലെ തന്നെ സംസ്ഥാനത്തെ സാഹചര്യം കൃത്യമായി തന്നെ വ്യക്തമായിക്കൊണ്ട്, പ്രത്യേകിച്ച് വൈകുന്നേരം തിരുവനന്തപുരം അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ടായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ സാഹചര്യം കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറിപ്പ് ഇന്നലെ രണ്ടാമത് നൽകിയിരുന്നു. നേരത്തെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ച് മുകുൾ വാസ്നിക്കും അജയ് മാക്കനും സംസ്ഥാനത്തെത്തി ഇവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ദീപാദാസ് മുൻഷി കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ പ്രതിഷേധങ്ങൾ ശക്തമായതോടെ വീണ്ടും ഖർഗെയുമായി ദീപാദാസ് മുൻഷി ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ സാഹചര്യം ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി എന്നറിയാൻ കഴിയുന്നത്. ആണെങ്കിലും നിലവിൽ തുടരുന്ന ശക്തമായ പ്രതിഷേധങ്ങൾക്കൊപ്പം ഈ പറഞ്ഞ ഫ്ലെക്സ് വലിച്ചിക്കൽ അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീർച്ചയായും വി ഡി സതീശന് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാത്തിരിക്കുക. വി ഡിയെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളുടെ പിന്തുണയുണ്ട്. ഒപ്പം ഇപ്പോൾ പൊതുവികാരം വി ഡിക്ക് അനുകൂലമാണ് എന്ന മറ്റിൽ ജനങ്ങൾ പ്രതികരണം നടത്തുന്നുണ്ട്. KCക്ക് അനുകൂലമായി MLA മാരുടെ പിന്തുണയുണ്ട്, ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ട്. RCക്ക് അനുകൂലമായി ഭരണപരിചയം എന്ന ഒരു വലിയ നേട്ടമുണ്ട്. ഇതിലേതാണ് പ്രതിഫലിക്കപ്പെടുക എന്നുള്ളതാണ്. എന്തായാലും വിഷയം ഇപ്പോൾ ഖാർഗെയുടെ കോർട്ടിലാണ്. ഖാർഗെയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. യഥാർത്ഥത്തിൽ KC വേണുഗോപാലിനെ ഹൈക്കമാൻഡ് ഇങ്ങനെ പിന്തുണയ്ക്കാനുള്ള കാരണം എന്താണ്? ഉത്തരം വളരെ ലളിതമാണ്. ഇത്തവണ ഹൈക്കമാൻഡിന്റെ ഈ സംഘടനയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ച് കേരളത്തിലേക്ക് മടക്കി അയക്കുമ്പോൾ ഒരു മാന്യമായിട്ടുള്ളൊരു ഫെയർവെൽ കൂടി നൽകണം. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ MLA-മാർ KCയെ അനുകൂലിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് KC വരട്ടെ, ഏറ്റവും സീനിയറായ ഒരു നേതാവ് എന്ന നിലയിൽ, ഭരണപരിചയം ഉള്ള ഒരു നേതാവ് എന്ന നിലയിൽ എന്നതാണ് ഹൈക്കമാൻഡ് പറയുന്നത്. ഇനിയിപ്പോൾ ഉത്തരേന്ത്യയിൽ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോകുന്നു. സച്ചിൻ പൈലറ്റ് അടക്കമുള്ളവരൊക്കെ ഇപ്പോൾ KC വഹിച്ചിരുന്ന സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരുപക്ഷെ വന്നേക്കാം. ഉത്തരേന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ വന്നേക്കാം. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മളതില്ല എന്ന് പറഞ്ഞ്, അത് കണ്ടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. എന്നാൽ അതേ സമയം തന്നെ MLA-മാരുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് KCക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂലമായ ഘടകം. ഇതൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നു. ഇനിയിപ്പോൾ ചർച്ചകൾക്ക് മറ്റ് സാധ്യതകളൊന്നുമില്ല. തീരുമാനം ഖാർഗെ എടുക്കും, ഹൈക്കമാൻഡ് എടുക്കും. ആ കാര്യം നേതാക്കളെ വിളിച്ചിരുത്തി KPCC പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ പറയും. KPCC പ്രസിഡന്റ് പോലും KC വേണുഗോപാൽ അനുകൂലമായിട്ടാണ് രേഖപ്പെടുത്തിയത് എന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ KPCC പ്രസിഡന്റ് ഉണ്ട്, CLP-യിലെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിലെ ഭൂരിപക്ഷം MLA-മാരും KCക്കൊപ്പമുണ്ട്. അങ്ങനെ ഹൈക്കമാൻഡും KCക്കൊപ്പമുണ്ട്. സ്വാഭാവികമായും മറ്റെല്ലായിടങ്ങളിലും സംഭവിച്ചത് KC വേണുഗോപാലിന് മറ്റെല്ലാ സ്ഥലത്തും ഇതേപോലെയാണ് നടന്നത്. അന്നൊക്കെയും KCക്ക് അനുകൂലമായ വികാരമാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചത്. ഇപ്പോഴും അത് തന്നെയാണ് പരിഗണിക്കാൻ സാധ്യതയുള്ളത്. MLA-മാരുടെ പിന്തുണ, ഹൈക്കമാൻഡിന്റെ തീരുമാനം. അതിനെ തെരുവിൽ പോസ്റ്റർ എഴുതിയോ ഫ്ലെക്സ് എഴുതിയോ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം നടത്തിയോ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. രാജസ്ഥാനിൽ കഴിഞ്ഞിട്ടില്ല, മധ്യപ്രദേശിൽ കഴിഞ്ഞിട്ടില്ല, കർണാടകയിൽ കഴിഞ്ഞിട്ടില്ല. അവിടെയെല്ലാം ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു ഹൈക്കമാൻഡ്. പ്രതിഷേധിക്കുന്നവർക്ക് പ്രതിഷേധിക്കാം, പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനം ഒന്നായിരിക്കുമെന്ന്